കോഴിക്കോട് കുറ്റ്യാടി കായക്കൊടിയിൽ ഭൂചലനം അനുഭവപ്പെട്ടതിന്റെ ആശങ്കയിലാണ് നാട്ടുകാർ. ഇന്നലെ രാത്രി 8-നാണ് പ്രദേശത്ത് ഭൂചലനം അനുഭവപ്പെട്ടത്. കഴിഞ്ഞ ദിവസം രാവിലെയും സമാനമായ അനുഭവം ഉണ്ടായതായി നാട്ടുകാർ പറയുന്നു. സ്ഥലത്ത് വിദഗ്ധ സംഘം പരിശോധന നടത്തും. ഇന്നലെ രാത്രി ഏതാണ്ട് 8 മണിയോടുകൂടിയാണ് ഈ കായക്കൊടി എളിക്കാമ്പാറ എന്ന പ്രദേശത്ത് ഭൂമികുലുക്കം ഉള്ളതായി നാട്ടുകാർ പറയുന്നത്. രാത്രി 8:15 ഈ ഭാഗത്ത് ഒരു ഭൂചലനം അനുഭവപ്പെട്ടു. ഇവിടെയുള്ള ആളുകളൊക്കെ പുറത്തേക്ക് ഇറങ്ങി ഓടുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. സെക്കൻഡുകൾ മാത്രം നീണ്ടുനിന്ന ഒരു അനുഭവമായിരുന്നു. വീടുകളൊക്കെ കുലുങ്ങി എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. ഇപ്പോഴും ആളുകളൊക്കെ പുറത്ത് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഇന്നലെ രാത്രി തന്നെ കലക്ടറുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവിടേക്ക് അധികൃതരെ അറിയിക്കാമെന്നും ഈ വിഷയത്തിൽ ഒരു പരിശോധന നടത്താമെന്നുള്ളതും കലക്ടർ ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാവിലെയും സമാനമായ രീതിയിൽ ഒരു ഭൂചലനം ഇവിടെ അനുഭവപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇത് ഭൂമികുലുക്കമാണോ എന്ന കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം അധികൃതരുടെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല. ഇത്തരത്തിലൊരു പരിശോധന ഈ ഭാഗങ്ങളിൽ നടന്നാൽ മാത്രമേ ഈ കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ എന്നുള്ളതാണ്. ഏതായാലും നമുക്കൊപ്പം ഇപ്പോൾ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവർ ചേരുന്നുണ്ട്. ഇന്നലെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് വലിയ ശബ്ദത്തോടു കൂടിയുള്ള ഇത് അവർക്ക് അനുഭവപ്പെട്ടത്. ജർക്കിങ് അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ അവർ വിവരം അറിയിച്ച് എല്ലാ വീടുകളും എല്ലാ ആൾക്കാരും വിളിച്ച് ഒരുപാട് ആളുകൾ ഈ ഒരു 1.5 കിലോമീറ്റർ ഏരിയയിലുള്ള ഒരുപാട് വീടുകളിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വന്ന് ഒരു വീട്ടിൽ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ഉള്ളത്. അപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും ഡിപ്പാർട്ട്മെന്റിലൊക്കെ വിവരം അറിയിച്ച് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാര്, വില്ലേജ് ഓഫീസർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ തത്സമയം തന്നെ ഇവിടെ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എന്തായാലും ജനങ്ങൾ ആശങ്കയിൽ തന്നെയാണ്. ഇതെന്താണ് എന്ന് പെട്ടെന്ന് തന്നെ ഡിപ്പാർട്ട്മെന്റ് വന്ന് ആവശ്യമായ പരിശോധനകൾ നടത്തി ജനങ്ങളുടെ ആശങ്ക അകറ്റണം. ഇപ്പോഴും ജനങ്ങൾ ആശങ്കയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇതെന്താണ് സംഭവിച്ചത് എന്ന് അറിയാത്തൊരവസ്ഥയിലാണ് ഈ പ്രദേശവാസികൾ ഇപ്പോൾ ഉള്ളത്. ഒരു 8 മണി അങ്ങനെയാണ് ഒരു ഒച്ച, ഭയങ്കര ഒച്ച. പിന്നെ കൊലായിലിട്ട കസേരകള് എല്ലാം ഇളക്കമുണ്ടായി. അന്നേരം പെട്ടെന്ന് ഞങ്ങൾ വാർഡ് മെമ്പർ അറിയിച്ച് അങ്ങനെ എല്ലാവരും വന്ന് അതാ സംഭവം ഉണ്ടായി. നന്നായിട്ട് കുലുങ്ങുന്ന അനുഭവം. കുലുങ്ങി ഇന്നലെ മിഞ്ഞാന്ന് ഉണ്ടായിരുന്നു. മിഞ്ഞാന്ന് അത്ര പ്രശ്നം ഉണ്ടായിക്കില്ല. ഒരു എന്തോ വാർപ്പിന്റെ മോളെ എന്തോ എടുത്തിട്ടും പോലെ ഒരു ഒച്ചയാകട്ടെ. ഇന്നലെ നല്ലോണം ഒരു കുലുക്കുണ്ടായി. നിങ്ങളൊക്കെ പുറത്തേക്ക് ഇറങ്ങി? ഞങ്ങള് വീട്ടിൽ തന്നെ ഉണ്ട്. എല്ലാവരും വിളിച്ചു വരുത്തി. എന്റെ മോളെ അകത്ത് കിടന്നിക്കാനും കാല് സുഖമില്ലാഞ്ഞു. അവള് പെട്ടെന്ന് കട്ടുമ്പോൾ എണീറ്റ് പുറത്തേക്ക് വന്ന്. അപ്പോൾ ഞാൻ പുറത്ത് വന്ന് വാർഡ് മെമ്പറെ വിളിച്ച് മെമ്പറോട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ മെമ്പർ പറഞ്ഞു ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് എത്താൻ പറഞ്ഞിരിക്കുമ്പോഴേക്ക് മെമ്പർ വരികയും ചെയ്തു. മെമ്പർ വന്ന് എല്ലാവരെയും വിളിച്ചു കൂട്ടി. അപ്പോൾ എല്ലാവരും വന്ന് നട്ടവർ മൊത്തം വന്നപ്പോൾ നമ്മൾ അപ്പുറത്തെ വീട്ടിൽ ഇപ്പുറത്തെ വീട്ടിലെല്ലാം വിളിച്ചു നോക്കിയടി അനുഭവപ്പെട്ടു. അപ്പോൾ എല്ലാം പറഞ്ഞു എല്ലാവർക്കും അനുഭവപ്പെട്ടിരിക്കുന്നു പറഞ്ഞു. ഏതായാലും ഇന്ന് രാവിലെ അധികൃതർ ഇങ്ങോട്ട് എത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഇവിടെ ഒരു പരിശോധന നടത്തി ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം, എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഭൂചലനം ഇവിടെ അനുഭവപ്പെട്ടത് എന്ന കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ക്യാമറ പേഴ്സൺ ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം നന്ദഗോപാൽ, മീഡിയ 1 കോഴിക്കോട്.